ഭരത് ഗോപി, സ്മിത പാട്ടീൽ, ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തി 1985 പുറത്തിറങ്ങിയൊരു മലയാളത്തിലെ ഹിറ്റ് മൂവിയായിരുന്നു ചിദംബരം. ഒരു മനുഷ്യൻ്റെ പശ്ചാത്താപം അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ലൈഫിലുണ്ടായ ഒരു തെറ്റ് മൂലം അയാൾക്കുണ്ടായ പ്രശ്നങ്ങളാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ ഫാമിൻ്റെ മേൽനോട്ടക്കാരനായിട്ടുള്ള ശങ്കരൻ എന്നൊരു വ്യക്തി, അവിടെ തൊഴിലാളിയായിട്ടുള്ള മുനിയാണ്ടി എന്നൊരാൾ. ഈ മുനിയാണ്ടിയുടെ ജോലി എന്ന് പറയുന്നത് ഈ പശുക്കളെയൊക്കെ മേയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾ പശുക്കളെ മേയ്ക്കാനൊക്കെ പോകുന്നു. അവിടെ മറ്റൊരാളും കൂടുണ്ട്, ജേക്കബ് എന്നൊരു സൂപ്രണ്ടും കൂടെ. അപ്പോൾ ഈ ജേക്കബ് കുറച്ച് റഫായിട്ടുള്ളൊരു മനുഷ്യനാണ്. മോഹൻദാസ് എന്നൊരാളാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജേക്കബിന് ഭയങ്കര കുറച്ച് ദേഷ്യവും പെട്ടെന്ന് തൊഴിലാളികളോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മുനിയാണ്ടിക്ക് അത്ര താല്പര്യമില്ല ജേക്കബിനോട്. മുനിയാണ്ടിയായിട്ട് ആ ഒരു വേഷം കൈകാര്യം ചെയ്തത് ശ്രീനിവാസൻ സാറാണ്. ശങ്കരന് മുനിയാണ്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ശങ്കരനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഭരത് ഗോപി സാറാണ് കേട്ടോ. ഈ സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് മുനിയാണ്ടിയുടെ വിവാഹം ആണ്. അപ്പോൾ മുനിയാണ്ടി വിവാഹത്തിന് പോകുന്നു. അപ്പോൾ ശങ്കരൻ അവിടെ ചെന്നിട്ട് ഇവരുടെ ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ. ഈ വിവാഹത്തിന് ശേഷം ഭാര്യയെ അവിടേക്ക് കൊണ്ടുവരുന്നു, ആ തൊഴിലിടത്തേക്ക് കൊണ്ടുവരുന്നു. ശിവകാമി എന്നാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. ഇതിൽ ശിവകാമിയായിട്ട് വേഷം ചെയ്തത് സ്മിത പാട്ടീലായിരുന്നു. അവരുടെ ആദ്യത്തെ മലയാള സിനിമ കൂടിയായിരുന്നു ചിദംബരം എന്ന സിനിമ. മുനിയാണ്ടിയുടെയും ശിവകാമിയുടെയും വിവാഹത്തിന് ശേഷം കാണുന്നത് അതുവരെ നാടുകൾ ഒന്നും കണ്ടിട്ടില്ലാത്ത ഈ ശിവകാമി നമ്മുടെ മുനിയാണ്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം വന്ന് കണ്ടു കഴിയുമ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമൊക്കെയാണ്. അവിടുത്തെ പൂക്കളൊക്കെ പോയി കാണുന്നു, അതുപോലെ പൂന്തോട്ടത്തോടൊക്കെ അവൾക്ക് ഭയങ്കര വാത്സല്യമൊക്കെ തോന്നുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരാളുണ്ട്, ശങ്കർ. ഈ ശങ്കരന് ഇവളോട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ തോന്നുന്നുണ്ട്. ഇവരുടെ വിവാഹ സമയത്തെ ഫോട്ടോസൊക്കെ എടുത്തത് ശങ്കരനാണ്. അപ്പോൾ ഈ ഫോട്ടോയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ശങ്കരനോടൊക്കെ തോന്നുന്നുണ്ട്. അതേസമയം അവിടുത്തെ സൂപ്രണ്ടായിരിക്കുന്ന ജേക്കബ് കുറച്ച് മോശമായിട്ടാണ് ഈ ശിവകാമിയെ കാണുന്നതൊക്കെ. ചിദംബരം എന്ന സിനിമ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഒരു സീൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കുറച്ചൊരു ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ ലെജൻസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സീനുണ്ട്. നെടുമുടി വേണു സാറ്, ഇന്നസെൻറ്റ് സാറ്, മുരളി സാർ, അതുപോലെ ഭരത് ഗോപി സാർ, ഇവരെല്ലാവരും കൂടെ ഒരു ലോണിലിരുന്നിട്ട് മദ്യപിക്കുന്ന ഒരു സീനുണ്ട്. ഈ അടുത്ത കാലത്ത് അത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു കാലഘട്ടത്തെ ആൾക്കാരെ മൊത്തം ഓർക്കുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ആ ഒരു സീനിനെ ഭയങ്കരമായിട്ട് കണ്ടിരുന്നു. മാത്രമല്ല ആ ഫ്രെയിമിലുള്ള ആരും തന്നെ ഇന്ന് ജീവനോടെ ഇല്ല. അവരെല്ലാം ആ ഒരു ഫ്രെയിമിലൂടെ ജീവിക്കുകയാണ്. ഈ സിനിമയിൽ ശിവകാമിയുടെ ആ ഒരു കഥാപാത്രം ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തൊരു കഥാപാത്രമായിരുന്നു. കട്ട് ചെയ്തടി, സൗണ്ട് അടിച്ചു പോടേ. എന്നാ വെച്ചോ. ഈ സിനിമയിൽ ശിവകാമി എന്ന കഥാപാത്രം നമ്മളെ ഭയങ്കര ഹോണ്ട് ചെയ്തൊരു കഥാപാത്രമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയെ പുറം ലോകം കണ്ടിട്ടില്ല. അവരുടെ ആ ഒരു ബന്ധുമിത്രാദികളെ അല്ലാതെ അവൾ ആകെ കണ്ടിട്ടുള്ളത് മുനിയാണ്ടിയാണ്. മുനിയാണ്ടി ജീവിക്കുന്ന ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവൾ അവിടെ ചെന്ന് ഈ പൂക്കൾ, അതുപോലത്തെ അവിടെ വലിയ വലിയ പൂക്കളുണ്ടെന്നൊക്കെ ഭയങ്കര ആശ്ചര്യത്തോടെ വന്ന് മുനിയാണ്ടിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും മുനിയാണ്ടി പെട്ടെന്ന് ശകാരിക്കണം, അമ്മ അവിടെ ഒന്നും പോകരുത് എന്നാണ് അയാൾ പറയുന്നത്. അവിടെയൊക്കെ പോകുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മുനിയാണ്ടിയുടെ ആ ഒരു കഥാപാത്രത്തെ നമുക്ക് അവിടെ റിയലൈസ് ചെയ്യാണ്. അയാൾ പ്രതികരണശേഷി ഇല്ലാതെ പോയ ഒരു വിധേയനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൻ്റെ ഭാര്യയെ ഒന്ന് കരുതാനേ അയാൾക്ക് കഴിയുന്നുള്ളൂ. അവളെ അധികമൊന്നും അത്ര സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ഒരു നിസ്സഹായനായ ഒരു ഭർത്താവാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ മുനിയാണ്ടി എന്ന കഥാപാത്രം. ശിവകാമിയോട് ശങ്കറിന് തോന്നുന്നത് ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും പിന്നീട് ആ ഒരു ബന്ധം ഒരു മോശമായിട്ടുള്ള രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ മുനിയാണ്ടി സംശയിക്കുന്നത് ജേക്കബിനെയാണ്. ശിവകാമിക്ക് ഇവിടെ ജോലി ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവളോട് വരാൻ പറയണമെന്ന് പറയുമ്പോൾ മുനിയാണ്ടി പറയാണ് ഇത് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് ധിക്കാരം കൂടുതലാണ്, നീ ഇന്ന് രാത്രി കൂടെ ഇവിടെ നോക്ക് എന്ന് പറയുകയും
രാത്രി ഫാമിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോകുന്ന മുനിയാണ്ടി കേൾക്കുന്നത് ജേക്കബിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ടാണ്. മുനിയാണ്ടി ആകെ അങ്ങ് പരിഭ്രാന്തനാകുകയും അവിടെ തൻ്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആരോ ഇരുട്ടത്തൂടെ ഓടിപ്പോകുന്നു, അത് ജേക്കബ് തന്നെയാണെന്ന് നമ്മളവിടെ പ്രേക്ഷകരെല്ലാം ഉറപ്പിക്കുകയാണ്. മുനിയാണ്ടിയുടെ ആ ഒരു ആത്മഹത്യക്ക് ശേഷം നമ്മൾ കാണുന്നത് അവിടെ കുറ്റബോധം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും വളരെ വെറി പിടിച്ച് ഓടുന്ന ഒരു ശങ്കറിനെയാണ് നമ്മൾ കാണുന്നത്. ശങ്കർ ഓടിച്ചെന്ന് ചിദംബര ക്ഷേത്രത്തിലെത്തുന്നു. അയാൾ അവസാനം കാണുന്നത് ശിവകാമിയെ തന്നെയാണ്. ശിവകാമിയുടെ മുഖത്തെ ഒരു വെട്ടുപാടൊക്കെ കണ്ടു കഴിയുമ്പോൾ ശിവകാമിയും വല്ലാത്തൊരവസ്ഥയിലാണ്. ധർമ്മം തെണ്ടി ജീവിക്കുന്ന, ക്ഷേത്രത്തിൽ വരുന്ന ആളുകളുടെ ചെരുപ്പ് സംരക്ഷിക്കുന്ന, തല കുനിഞ്ചിരിക്കുന്ന ഒരു ശിവകാമിയെ കാണിക്കുകയാണ് ഈ ഒരു സിനിമയിൽ. പശ്ചാത്താപം കൊണ്ട് നീറുന്ന ഒരു മനുഷ്യൻ അവസാനം ചെന്നെത്തുന്നത് ആത്മീയതയിലേക്കാണ്. ആത്മീയതയുടെ മറവിൽ അയാൾക്ക് ഒരു പാപപരിഹാരം കിട്ടുമെന്ന് ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ ശിവകാമി എന്ന കഥാപാത്രം നായികയാണോ പ്രതിനായികയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ സിനിമയിൽ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഒരു സീനിൽ ഈ ശങ്കർ വന്ന് ഇവളുടെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒക്കേർഡായിട്ടുള്ള സീൻസ് ഒന്നും ഒട്ടില്ല താനും. അപ്പോൾ ഇവളെ തെറ്റുകാരിയാണ് എന്ന് മുനിയാണ്ടി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ ഇവളുടെ ഒപ്പം ആരായിരുന്നു എന്നൊന്നും തിരയുന്നില്ല. നേരെ മറിച്ച് ഇവളെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവൾ മരിച്ചോ എന്നൊന്നും ഇയാൾ കൺഫേം ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത സീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തി, മുനിയാണ്ടി ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മഹത്യയാണ്. മുനിയാണ്ടി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഒരു ഭീരുവാണ്. ഒട്ടും ധൈര്യമില്ലാത്ത ഒരു പുരുഷനാണ്. അയാളുടെ ആ ഒരു ധൈര്യമില്ലായ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശിവകാമിയെ ഇത്തരത്തിലൊരു തെറ്റിലേക്ക് നയിച്ചത് എന്ന് നമ്മൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അവൾ ആഗ്രഹിച്ച ഒരു പുരുഷത്വം ഈ ഒരു മുനിയാണ്ടി എന്ന് പറയുന്ന ആളിലില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയൊരു തെറ്റിലേക്ക് ശിവകാമി കടന്നു പോകാൻ കാരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ. അവൾ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് മുനിയാണ്ടിയെ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ മുനിയാണ്ടിയോടൊന്നും സംസാരിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ശിവകാമിക്ക് അവളായിട്ട് ഇരിക്കാൻ തോന്നുന്ന ആ ഒരു ഇടം എന്ന് പറയുന്നത് ശങ്കർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാലും മുനിയാണ്ടി തൻ്റെ ഭാര്യയുടെ രഹസ്യ കാമുകൻ ആരാണ് എന്നൊന്നും അന്വേഷിക്കുന്നില്ല. അയാൾ ശിവകാമിയെ ഉപദ്രവിച്ചതിന് ശേഷം, കൊലപാതകം ചെയ്തതിന് ശേഷം പോയി ആത്മഹത്യ ചെയ്യുന്നു. പിന്നീടുള്ള ശിവകാമിയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് മുനിയാണ്ടി കൊടുത്ത ഒരു ഭിക്ഷയായിരിക്കാം ഒരു പക്ഷേ. അതല്ലെങ്കിൽ മുനിയാണ്ടിയോട് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ശിവകാമിയുടെ പിന്നീടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത്. അവൾ അതിനുശേഷം ശങ്കറിനെ അന്വേഷിച്ച് പോയിട്ടില്ല, ശങ്കർ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടില്ല, പിന്നീട് ആ ഒരു ജോലി സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഒടുക്കം ഇവർ രണ്ടുപേരും അൺഫോർച്ചുനേറ്റ്ലി കണ്ടുമുട്ടുന്ന രണ്ട് ആളുകളാണ്. രണ്ടുപേരും ശങ്കറും നമ്മുടെ ശിവകാമിയും, രണ്ട് ക്യാരക്ടേഴ്സും പശ്ചാത്താപം കൊണ്ട് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ഇതേ ഒരു റെസംബ്ലൻസ് മേള എന്ന സിനിമയ്ക്കുമുണ്ട്. അതിലെ ശാരദ എന്ന കഥാപാത്രം ശാരദയോട് ചേർത്ത് വെക്കാവുന്ന ഒരു കഥാപാത്രമാണ് ശിവകാമിക്കുള്ളത്. വിജയനെയും ഈ സിനിമയിലെ ശങ്കറിനെ എടുത്തു നോക്കുകയാണെങ്കിലും, അതുപോലെ മേള എന്ന സിനിമയിലെ ശാരദയും ഈ സിനിമയിലെ ശിവകാമിയും കൂടെ എടുത്തു നോക്കുകയാണെങ്കിലും ഏതാണ്ട് ഒരേ രീതിയാണ്. രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ രണ്ട് സിനിമയും നമ്മളോട് ചർച്ച ചെയ്യുന്നത്. മേള എന്ന സിനിമയിൽ നായകനായിട്ടുള്ള മേള രഘു ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ മുനിയാണ്ടിയുടെ ആത്മഹത്യ. CV ശ്രീരാമൻ്റെ ചിദംബരം എന്നൊരു ചെറുകഥയാണ് ഈ ഒരു സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്. G അരവിന്ദനാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത്. ടർക്കോവിസ്കി മൂവീസിൻ്റെയൊക്കെ ഒരു സാമ്യം ഈ ഒരു സിനിമയ്ക്കുണ്ട്. അത് എടുത്തു പറയാൻ കാരണം ഇതിലെ പല ഷോട്ടുകളും ടർക്കോവിസ്കി മൂവീസിൻ്റെ രീതിയിലുള്ളതാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചത് ഷാജി എൻ കരുണാണ്. ഇതിലെ ചില ഷോട്ടുകളൊക്കെ ഭയങ്കര സിംബോളിക്കാണ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ മിത്തോളജിക്കൽ കൂടിയാണ്. ഈ സിനിമയിൽ ശിവകാമി എന്ന കഥാപാത്രം ശങ്കറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട്
ബൊഗെയിൻവില്ല പൂക്കളെടുത്ത് ഇവളുടെ മുഖത്തേക്ക് ചേർത്ത് വെക്കുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ളൊരു സീനാണത്. ഇവളുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത്. മുനിയാണ്ടിയോട് ചെന്നിട്ട് അവിടെ നിറയെ പൂക്കളുണ്ടെന്ന് പറയുമ്പം അങ്ങോട്ട് പോകരുതെന്ന് പറയുകയാണ് മുനിയാണ്ടി ചെയ്യുന്നത്. ശങ്കരൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ബൊഗെയിൻ വില്ലകളോട്, പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്ത ആ ബൊഗെയിൻ വില്ലകളെ മുഖത്തോട് ചേർത്ത് പിടിക്കണമെങ്കിൽ അവൾ അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു സീൻ കൂടിയായിരുന്നു അത്. ഈ മുനിയാണ്ടിയുടെയും ശിവകാമിയുടെയും ആ ഒരു ദാരുണാന്ത്യത്തിന് ശേഷം ശങ്കർ ഇങ്ങനെ മുറിക്കകത്തിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ പുറത്തെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അവിടെ പോലീസുകാർ വരുന്നതും ആംബുലൻസിൻ്റെ സൗണ്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ എന്തോ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സിനിമയിൽ പാട്ടുകൾ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല എങ്കിലും ഇതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദേവരാജ മാസ്റ്ററാണ്. മുനിയാണ്ടിയും അതുപോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പാടുന്നതായിട്ടാണ് ഇതിൽ പാട്ടുകളുള്ളത്. തമിഴ് ഗാനങ്ങളാണ് അവർ ആലപിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ സൗണ്ട് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ദേവദാസ് ആണ്. അതുപോലെ ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിംഗ് നിർവഹിച്ചത് ഹരികുമാർ, ചന്ദ്രൻ എന്നിവരാണ്. ഈ സിനിമയ്ക്ക് സൗണ്ടിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതിൽ ഒരാളുടെ ലൈഫ് മൊത്തം കാണിക്കാനായിട്ട് ആ ഒരു പശുവിൻ്റെ ശബ്ദം മാത്രം മതിയായിരുന്നു. മറ്റൊരു സീനിൽ മുനിയാണ്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം കേൾപ്പിക്കുന്നത് ഈ പശുവിൻ്റെ ശബ്ദമാണ്. അതുപോലെ ശിവകാമിയുടെ ഒരു റോള് കാണിക്കുമ്പോഴൊക്കെ കിളികൾ കരയുന്ന സൗണ്ടുകളൊക്കെയാണ്. അപ്പോൾ ഈ സൗണ്ടിന് ഈ സിനിമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത് ഗണേശൻ, ലില്ലി എന്നിവർ ചേർന്നായിരുന്നു. അതുപോലെ ഈ സിനിമയിലെ മേക്കപ്പ് നിർവഹിച്ചത് സുനിൽ, രാമു, ബോസ് എന്നിവർ ചേർന്നിട്ടായിരുന്നു. മുനിയാണ്ടിയുടെ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കാം. അയാളുടെ ആ ഒരു ഡ്രസ്സിങ് രീതി, അവിടുത്തെ പശുക്കളെ മേയ്ക്കുന്നതിനൊരു പ്രത്യേക യൂണിഫോം ഒക്കെ ഉണ്ട്. അതുപോലെ അയാളുടെ ഒരു മേക്കപ്പ് സ്റ്റൈല്, ഒരു ഒരു പച്ചയായ തമിഴൻ്റെ വേഷം അയാൾക്ക് നൽകിയിട്ടുണ്ട്. പോളിസ്റ്റർ സാരിയൊക്കെ കൊടുത്ത് വലിയ പൊട്ടൊക്കെ തൊട്ട് നടക്കുന്ന, കണ്ണ് മാത്രം എഴുതിയിട്ടുള്ള ഒരു ശിവകാമിയുടെ ക്യാരക്ടർ. അതിൽ വലിയൊരു വൻ മേക്കപ്പ് ഒന്നും ശിവകാമിക്ക് കൊടുക്കുന്നില്ല. അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അരവിന്ദൻ സിനിമകൾ എപ്പോഴും മലയാളത്തിലെ ഒരു സ്റ്റഡി മെറ്റീരിയലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നൊരു കാർട്ടൂൺ പരമ്പരയിലൂടെയാണ് ജി അരവിന്ദൻ എന്ന സംവിധായകൻ്റെ തുടക്കം. പോക്കുവെയിൽ, അതുപോലെ എസ്തപ്പാൻ, കുമ്മാട്ടി, ഇത്തരം സിനിമകളൊക്കെ ഇന്ന് ഒരുപാട് സ്റ്റഡി മെറ്റീരിയലായിട്ട് എടുക്കുന്ന സിനിമകളാണ്. ഈ ഒരു സിനിമയൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ആളുകളിലൂടെ വളരെ ചുരുക്കമായിട്ടുള്ള സൗകര്യത്തിൽ പിറന്ന വലിയ വലിയ മൂവീസാണ്. അതുകൊണ്ട് തന്നെ ഒരു ലെജൻഡായിട്ടുള്ള സംവിധായകനാണ് ജി അരവിന്ദൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. 1985 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ചിദംബരം എന്ന സിനിമ. അത് കൂടാതെ ഇതിലെ ഭരത് ഗോപി അഭിനയിച്ച ആ ഒരു ക്യാരക്ടറിന് മികച്ച കഥാപാത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അതുപോലെ മികച്ച സംവിധായകനുള്ള അവാർഡ്, അതുപോലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് എന്നീ ദേശീയ പുരസ്കാരങ്ങളും ഈ സിനിമ കരസ്ഥമാക്കിയിരുന്നു. ഇന്ന് നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വൈകാരികമായിട്ടുള്ള ഓരോ തലങ്ങളും കാണിച്ചു തന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് ചിദംബരം എന്ന സിനിമ. നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു മൂവി കൂടിയാണിത്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.